ഇന്ന് ഇഫ്താറിന് അൽഫാമും മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അൽഫാം ഞാൻ ഉണ്ടാക്കുന്നത് അഗാരോ മാർവൽ ഓവൻ ടോസ്റ്റർ ഗ്രില്ലറിലാണ്. 25 ലിറ്റർ കപ്പാസിറ്റി വരുന്നതിന് 1600 വാട്ടാണ്. പിന്നെ ഇതിന് 5 ഹീറ്റിംഗ് റോഡ്സ് ഉണ്ട്. നമുക്കിത് ബേക്കിങ്ങിനും ഗ്രില്ലിങ്ങിനും റോസ്റ്റിങ്ങിനും ടോസ്റ്റിങ്ങിനും റൊട്ടിസറിക്കൊക്കെ യൂസ് ചെയ്യാം. ഇതിന്റെ കൂടെ ഒരു ബേക്ക് പാന്, ഒരു ഗ്രിൽ റാക്ക്, ഒരു റൊട്ടിസറി റോഡ് വിത്ത് ഫോർസ്, ഒരു ട്രേ ഹാൻഡില്, ഒരു റോട്ടിസറി ഹാൻഡില്, പിന്നെ ഒരു യൂസർ മാനുവലും ഉണ്ട്. ടെമ്പറേച്ചർ സെലക്ഷൻ നോബ്, ഫംഗ്ഷൻ നോബ്, ടൈമർ നോബ് ഉണ്ടല്ലോ, അതിന്റെ അഡ്വാൻസ്ഡ് 3 നോബ് ഫംഗ്ഷൻസ് ആണ്. അഡ്ജസ്റ്റബിൾ ടെമ്പറേച്ചർ വരുന്നത് 100 to 250 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ ടൈമർ 0 to 60 മിനിറ്റ്സും. ടോപ്പ് ഹീറ്റിംഗ്, ബോട്ടം ഹീറ്റിംഗ്, ടോപ്പ് ആൻഡ് ബോട്ടം ഹീറ്റിംഗ്, റോട്ടിസറി വിത്ത് ബോട്ടം ഹീറ്റിംഗ്, റോട്ടിസറി വിത്ത് ടോപ്പ് ആൻഡ് ബോട്ടം ഹീറ്റിംഗ് ഒക്കെയാണ് കേട്ടോ അതിന്റെ കുക്കിംഗ് മോഡ്സ്. ഇതിന് ചേംബർ ലൈറ്റും കൂൾ ടച്ച് ഹാൻഡിലും പിന്നെ ഹീറ്റ് റെസിസ്റ്റന്റ് ടെമ്പേർഡ് ഗ്ലാസ് ആൻഡ് ഡ്രോപ്പ് ഡൗൺ ഡോർ ആണ്. റെഡി ബെല്ലും 1 ഇയർ മാനുഫാക്ചേഴ്സ് വാറന്റി ഉണ്ട്. ഫോയിൽ വടികളെ മൂടാത്ത വിധത്തിൽ സിൽവർ ഫോയിൽ പേപ്പർ കുക്കിങ്ങിന് മുമ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവൻ ഡർട്ടി ആവില്ല. ഫോർ ഈവൻ റിസൾട്ടിനായിട്ട് ഓവൻ 150 ഡിഗ്രിയിൽ ഏകദേശം 10-12 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. അൽഫാം ഉണ്ടാക്കുമ്പോൾ ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഉപ്പും വിനാഗിരി ഒഴിച്ച വെള്ളത്തിൽ 2 മണിക്കൂർ ഇട്ട് വെക്കണം. പിന്നെ നന്നായി വരഞ്ഞതിന് ശേഷം കേട്ടോ മസാല തേച്ച് പിടിപ്പിക്കേണ്ടത്. എന്നിട്ട് 4 മണിക്കൂർ മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി 150 ഡിഗ്രിയിൽ 45 മിനിറ്റ് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. OTGയുടെ ഉൾഭാഗം ക്ലീൻ ചെയ്യേണ്ടത് ഉണങ്ങിയ മൃദുവായ തുണി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഗ്രിൽ റാക്കും ബേക്കിംഗ് ട്രേയും ഒക്കെ വീര്യം കുറഞ്ഞ ഡിഷ് വാഷറും മൃദുവായ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കുക. പിന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള തുണി കൊണ്ട് തുടച്ചിട്ട് വേണം സൂക്ഷിക്കാൻ. പ്രൊഡക്റ്റ് ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടുണ്ട്.